ഹലോ നമസ്കാരം ഹലോ നമസ്കാരം പ്രീമിയർ പ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹലോ നമസ്കാരം പ്രീമിയർ പ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം എല്ലാം വളരെയധികം പോപ്പുലറായി നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഒന്നാണ് ഇൻസ്റ്റഗ്രാം. ഓക്കെ, നമ്മൾ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇൻസ്റ്റഗ്രാം. അപ്പോൾ ചില ടൈമിലൊക്കെയും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ 3 സ്ക്രീനുകളുള്ള വിഷ്വൽസിലുള്ള ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ ഫസ്റ്റ് സ്ക്രീനിൽ ഒരു വീഡിയോ, സെക്കൻഡ് സ്ക്രീനിൽ വേറൊരു വീഡിയോ, തേർഡ് സ്ക്രീനിൽ വേറൊരു വീഡിയോ. ഈ രീതിയിലുള്ള ക്ലിപ്പുകൾ നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും കണ്ടിരിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയറിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം റീച്ചായി പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ വീഡിയോസ് വളരെയധികം റീച്ചായി പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഫയലിൽ വന്നിട്ടുണ്ടെങ്കിൽ പുതിയൊരു സീക്വൻസ് ഞാൻ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു സീക്വൻസ് അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എന്ത് തരത്തിലുള്ള സീക്വൻസാണ് വേണ്ടത്? മൊബൈൽ ഡിസ്പ്ലേയുടെ ആ ഒരു അളവിലുള്ള സീക്വൻസിൻ്റെ ഒരു വിൻഡോയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഫയലിൽ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂവിൽ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഫോർമാറ്റ് അല്ല വേണ്ടത്, നമുക്ക് ഇവിടുന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോർമാറ്റാണ് വേണ്ടത്. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഡിസ്പ്ലേ നിർമ്മിച്ചിരിക്കുന്നത് 1080x920 ആ ഒരു ഫോർമാറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമാറ്റിലുള്ള ഡിസ്പ്ലേ നിർമ്മിക്കണമെങ്കിൽ ആ ഒരു ഫോർമാറ്റിലുള്ള ഡിസ്പ്ലേ കസ്റ്റം ചെയ്ത് എടുക്കണം ആ ഒരു ഫോർമാറ്റിലുള്ള ഡിസ്പ്ലേ കസ്റ്റം ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ സെറ്റിങ്സിലേക്ക് വരാം. സെറ്റിങ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ DV കണ്ടോ, എഡിറ്റിംഗ് മോഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ DV 24 പിക്സലാണ് കൊടുക്കുന്നത്. ഞാൻ ഇത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കസ്റ്റം ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രെയിം സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 1080x1920 ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിക്കുന്ന സമയത്ത് എന്താവും, ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ കൊടുത്ത അളവിലുള്ള ഒരു സീക്വൻസ് എന്താവും ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏതെല്ലാം വീഡിയോസാണോ നമുക്ക് ആവശ്യമുള്ളത് ആ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഫസ്റ്റ് ഇതിലേക്ക് വന്നു, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുകയാണ്, ജസ്റ്റ് ഒന്ന് എൻ്റെ ടോപ്പിലേക്ക് വയ്ക്കുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അടുത്ത വീഡിയോ ക്ലിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ക്ലിപ്പ് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ മുകളിലേക്ക് ഓവർലേ ചെയ്ത് വയ്ക്കുകയാണ്. ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ കട്ടാവാൻ വേണ്ടിയിട്ട് ബാക്കി ബാലൻസ് നിൽക്കുന്ന പൊസിഷൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ജസ്റ്റ് ഒന്ന് എൻ്റെ ഓവർലേ ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ, ഈ രീതിയിലുള്ള ഒരു വിഷ്വൽ എന്തായിട്ടുണ്ട്, ഇവിടുന്ന് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വിഷ്വൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അതിനെയും ബാലൻസ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഇതിൻ്റെ പൊസിഷൻ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ വിഷ്വൽ എന്തായിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് എന്നതിൻ്റെ പൊസിഷൻസും ബാക്കിയെല്ലാം എന്ത് ചെയ്ത് കൊടുത്താൽ മതി, കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും ലെവലായി നിൽക്കുന്ന സമയത്ത് കണ്ടോ, ഇത് ജസ്റ്റ് ഒന്നൊരു കറക്റ്റ് ഒരു ഇതല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എത്രയാണോ സ്കെയിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്കെയിലിൻ്റെ ഒരു അളവ് എന്ത് ചെയ്യുക, മറ്റേതിനും കൊടുക്കാൻ നോക്കുക. അപ്പോൾ 201 കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്ത് കൊടുത്തേക്കണം, 201 തന്നെ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇതിനെ എൻ്റർ അടിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായി വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആവശ്യമുള്ള വിഷ്വലുകൾ എന്ത് ചെയ്ത് വന്നിട്ടുണ്ട്, ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ നിന്ന് ഇപ്പോൾ എല്ലാത്തിൻ്റെ ഓഡിയോ ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്. എനിക്ക് ഒന്നിൻ്റെ ഓഡിയോ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നൊരു ക്രോപ്പിൻ്റെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, എഫക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമിൽ ക്രോപ്പ്, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് വിൻഡോയിൽ ക്രോപ്പ് എന്ന് ടൈപ്പ് ചെയ്താലും ഈ ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു എഫക്റ്റ് എന്ത് ചെയ്യണം, ഓരോ വീഡിയോയിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എഡ്ജ് ഫെദർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഡ്ജ് ഫെദറിന് കൊടുക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് വച്ചിട്ടില്ല എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് കട്ടായി പോയിട്ടില്ല, കട്ട് ചെയ്തല്ല വിഷയം വച്ചിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. സാധാരണ ആരും അങ്ങനെ കൊടുക്കാറില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് കണ്ടോ, ഈ രീതിയിൽ നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള എഫക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ക്രോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്ത് കൊടുക്കുന്നതിന് പകരം ക്രോപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ക്രോപ്പിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഈ വീഡിയോയിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാത്തത്. ഓക്കെ, ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ അടിക്കുന്ന സമയത്ത് കണ്ടോ, 3 ക്ലിപ്പിലും കണ്ടോ നമുക്ക് എന്താവും, വീഡിയോ ഈ രീതിയിൽ എന്താവും, റൺ ആയിക്കൊണ്ടിരിക്കും. 3 ക്ലിപ്പിലും 3 ടൈപ്പിലുള്ള വീഡിയോ എന്താവും, ഈ രീതിയിൽ റൺ ആയിക്കൊണ്ടിരിക്കും. ഇനി ഏതൊരു സോങ് ആണോ നമുക്ക് വേണ്ടത്, ആ സോങ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സോങ് കോപ്പിറൈറ്റ് അല്ലാത്തൊരു സോങ് ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കോപ്പിറൈറ്റ് ഉള്ളത് കാരണം എനിക്ക് ആ മ്യൂസിക് ഇടാൻ പറ്റില്ല കേട്ടോ, സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു മ്യൂസിക്കാണോ നമുക്ക് വേണ്ടത് ആ ഒരു മ്യൂസിക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ സ്ക്രീനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോസൊക്കെ 3 സ്ക്രീനുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോസ് എല്ലാം റീച്ചായി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൂടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അറിവുമായിട്ട് കാണാം എന്ന പ്രതീക്ഷയിൽ. ബൈ ബൈ.